എന്നുള്ളിലെന്നും വസിച്ചിടുവാൻ സുഖ മണ്ഡപം വീട്ടിറങ്ങി വന്നു. ഹലോ, പ്രൈസ് ദി ലോർഡ്. ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള പ്രഭാത വന്ദനം. ഒരു നല്ല പ്രഭാതം കൂടെ ദൈവം നമുക്ക് ഈ ഭൂമിയിൽ തന്നു. നമ്മുടെ ജീവിതമൊക്കെ ദൈവത്തിനു വേണ്ടി ശക്തമായി പ്രയോജനപ്പെടേണ്ട നാളുകളാണ്. ആകയാൽ നമ്മുടെ ജീവിതം കർത്താവിന് വേണ്ടി തന്നെ സമർപ്പിച്ച് നമുക്ക് മുൻപോട്ട് ഓടാം എന്നുള്ള ആഹ്വാനത്തോടെ നമ്മുടെ പ്രഭാത ചിന്തയിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മുടെ പ്രഭാത ചിന്തയുടെ പ്രമേയം ഈ ദിവസങ്ങളിൽ യാക്കോബ് അപ്പോസ്തലൻ്റെ ലേഖനമാണ്. അതിൽ 2-ാം അധ്യായം അതിൻ്റെ ചില വാക്യങ്ങളെ ആസ്പദമാക്കിയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആ 2-ാം അധ്യായത്തെ നമ്മൾ 3 ഭാഗങ്ങളായിട്ട് തിരിച്ചിരുന്നു. അതിൽ ആദ്യത്തെ ഭാഗം സ്നേഹം, രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് വിശ്വാസം എന്ന പദമായിരുന്നു. ഇന്നലെയൊക്കെ നമ്മൾ ചിന്തിച്ചത് ആ പദമാണ്. മൂന്നാമത്തത് ഇന്ന് നമ്മൾ ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്ന പദം ന്യായം എന്ന് പറയുന്ന പദമാണ്. എന്താണ് ന്യായം? ന്യായത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചാൽ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത് ന്യായത്തിന് ബദലായി, അതിൻ്റെ ഓപ്പോസിറ്റായി നിൽക്കുന്ന ഒരു പദമാണ് അന്യായം അല്ലെങ്കിൽ അനീതി എന്നൊക്കെ നമുക്ക് പറയാം. റോമാലേഖനത്തിൽ പൗലോസ് രേഖപ്പെടുത്തിയൊരു വാക്യം എങ്ങനെയാണ്? അനീതി കൊണ്ട് സത്യത്തെ തടുക്കുക. അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന ഒരു ലോകത്തിലാണ് ഞാനും നിങ്ങളും വസിക്കുന്നത്. എത്രമാത്രം നീതി നമുക്കിവിടെ ലഭിക്കും എന്ന് ചോദിച്ചാൽ പറയാൻ എനിക്ക് പ്രയാസമാണ്. നീതിക്ക് വേണ്ടി അലയുന്ന, കോടതികൾ കയറിയിറങ്ങുന്ന, ഓഫീസുകൾ കയറിയിറങ്ങുന്ന ധാരാളം പ്രിയപ്പെട്ടവരെ എനിക്കറിയാം. കയ്യിലിരുന്ന പൈസ ഒരാൾക്ക് കൊടുത്തിട്ട് അത് തിരികെ വാങ്ങിക്കുവാൻ ചെല്ലുമ്പോൾ അതിനെതിരെ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട ഒരു വാർത്തയാണ്. ഒരു സ്ത്രീ, അവരുടെ കൂട്ടുകാരാണ്, 3 പേരുണ്ട്. അതിലൊരു സ്ത്രീ വന്നിട്ട് ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആ സ്ത്രീയെ കരുവാക്കി അവളുടെയും അവളുടെ മറ്റൊരു കൂട്ടുകാരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് സ്വർണം അവിടുന്ന് വാങ്ങിക്കുകയാണ്, പിന്നീട് തിരിച്ചു തരാമെന്ന്. പക്ഷേ ആ സ്വർണം തിരികെ ചോദിക്കാൻ ചെല്ലുമ്പോൾ അത് ലഭിക്കപ്പെടുന്നില്ല. വന്ന വാർത്തയാണല്ലോ, ലഭിക്കപ്പെടുന്നില്ല. എന്താ സംഭവിച്ചത്? ആ സ്വർണം കൊടുത്ത ആ ബാങ്ക് ഉദ്യോഗസ്ഥ ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെ അനീതി ചെയ്യുന്ന ഒരു ലോകത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. അനീതിയെ കണ്ട് രസിക്കുന്ന ഒരു കൂട്ടരുണ്ട്. എന്നാൽ ക്രൈസ്തവ സമൂഹം പഠിപ്പിക്കുന്നത് അനീതി ചെയ്യുവാനല്ല, അക്രമം കാണിക്കുവാനല്ല. ക്രൈസ്തവ സമൂഹത്തിൻ്റെ ആപ്തവാക്യം എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തു പഠിപ്പിച്ച ഒരു കാര്യം, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. എന്നെ ഏറെ ചിന്തിപ്പിച്ചൊരു പദം, ലോകം തരുന്നത് പോലെ അല്ല എന്നുള്ളത്. അപ്പോൾ ലോകം തരാത്തൊരു സമാധാനം ക്രിസ്തു നമുക്ക് വിഭാവനം ചെയ്യുകയാണ്. ക്രിസ്തു നമുക്ക് വിഭാവനം ചെയ്യുന്ന സമാധാനം, അതുകൊണ്ടാണ് ക്രൈസ്തവ സമൂഹം ആരുടെയും സാമഗ്രികൾ തല്ലിപ്പൊളിക്കുകയോ സമരം ചെയ്യുകയോ പബ്ലിക് പ്രോപ്പർട്ടീസിനെ അത് ഇല്ലായ്മ ചെയ്യുകയോ ചെയ്യാത്തത്. സമാധാനകാംക്ഷികളായി മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സമൂഹമാണ് ക്രിസ്ത്യൻ സമൂഹം എന്ന് പറയുന്നത്. ഇവിടെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. അപ്പം ഞങ്ങളിൽ അല്ലെങ്കിൽ നമ്മളിൽ വാഴുന്ന സമാധാനം എന്ന് പറയുന്നത് ക്രിസ്തു നമുക്ക് തന്നിട്ടുള്ള സമാധാനം. എന്താണ് സമാധാനം എന്ന വാക്കിൻ്റെ അർത്ഥം?
ഞാൻ എൻ്റെ സ്റ്റുഡൻസിനെയും പലയിടത്തും ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ദ പീസ് വിച്ച് മീൻസ് സമാധാനം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം റെക്കൺസിലിയേഷൻ, യോജിപ്പ് എന്നാണ്. അതാണ് അതിൻ്റെ യഥാർത്ഥ അർത്ഥം. അപ്പോൾ യോജിച്ച് പോകുക. പല വ്യക്തികളുമായിട്ട് നമുക്ക് യോജിച്ച് പോകാൻ ബുദ്ധിമുട്ടുണ്ട് എങ്കിലും യോജിച്ച് പോകുക എന്നുള്ളതാണ് സമാധാനം കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇവിടെ ന്യായം എന്ന് പറയുന്നൊരു പദമാണ് ഈ പ്രഭാതത്തിൽ പറഞ്ഞു നിർത്തുവാൻ ആഗ്രഹിക്കുന്നത്. ലോകത്തിൽ നമുക്ക് ന്യായം കിട്ടാറില്ല. കോടതികൾ കയറിയിറങ്ങി, ഓഫീസിൻ്റെ വരാന്തരകൾ കയറിയിറങ്ങി ന്യായത്തിനു വേണ്ടി നെട്ടോട്ടം ഓടുന്നൊരു ദൈവ പൈതലാണോ, അല്ല ഒരു ലോകമനുഷ്യനാണോ നിങ്ങൾ എങ്കിൽ നിരാശപ്പെടേണ്ട. നിങ്ങൾക്ക് ന്യായമായി വിധിക്കുന്ന ഒരു കർത്താവുണ്ട്. ആ കർത്താവ് ആരാണെന്ന് അറിയട്ടെ. ഇന്നേക്ക് 2026 വർഷം മുൻപ് ഈ താണ ഉലകത്തിലേക്ക് ഇറങ്ങി വന്ന് മനുഷ്യനായി അവതരിച്ച് 33.5 വയസ്സ് വരെ ഉലകത്തിൽ ജീവിച്ച് 3.5 കൊല്ലം പ്രേക്ഷിത ദൗത്യം ചെയ്ത് ലോകവ്യാപകമായ ഒരു ഉണർവിന് നിദാനമായ ദൈവസഭകൾക്ക് അടിസ്ഥാനം ഇട്ട, ഒന്നും കൂടെ ഇറങ്ങിപ്പറഞ്ഞാൽ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ആരാധ്യ പുരുഷൻ മാത്രമല്ല, ലോക ജനതയ്ക്ക് സ്നേഹിക്കുവാനും ആരാധിക്കുവാനും കഴിയുന്ന ഏക പുരുഷൻ എന്ന് പറയുന്നത് അത് നസറേനായ യേശു ക്രിസ്തുവാണ്. ആ യേശു ക്രിസ്തുവിൻ്റെ മുൻപിൽ വരുന്ന ആരുടെയും ന്യായം മറിച്ചു കളയുന്ന ഒരു ദൈവമല്ല. നിങ്ങളുടെ മുൻപിൽ അന്യായങ്ങളുണ്ടെങ്കിൽ അതിനെതിരായി പോരാടുന്ന ഒരു പോരാട്ട കളരിയാണ് ക്രിസ്തുവിൻ്റെ കളരി എന്ന് പറയുന്നത്. അന്യായത്തെ അവൻ വെറുക്കുന്നു, പാപത്തെ വെറുക്കുന്നു, പാപികളെ സ്നേഹിക്കുന്ന കർത്താവാണ്. അന്യായത്തെ വെറുത്തിട്ട് ന്യായമായി വിധിക്കുന്നവൻ്റെ കരത്തിൽ നാം നമ്മുടെ കാര്യങ്ങളെ സമർപ്പിച്ചാൽ തീർച്ചയായിട്ടും നിനക്ക് ന്യായമായി കർത്താവ് കാര്യങ്ങളെ ചെയ്തു തരും. ഇന്ന് പകൽക്കാലം ഒരുപക്ഷെ ഓഫീസിലാകട്ടെ, കൂട്ടുകാരിലാകട്ടെ, രക്തബന്ധങ്ങളിലാകട്ടെ, സമൂഹത്തിൻ്റെ ഏത് തുറകളിലുമാകട്ടെ, ഒരു ന്യായത്തിന് വേണ്ടി പോരാടുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നിനക്ക് വേണ്ടി ന്യായമായി പ്രവർത്തിക്കുന്ന ഒരു കർത്താവുണ്ട്. സമർപ്പിക്കുവാൻ കഴിയുമോ? ആ കർത്താവിനോട് പ്രാർത്ഥിക്കുവാൻ കഴിയുമോ? ആ ക്രിസ്തുവിനെ സ്നേഹിക്കുവാൻ കഴിയുമോ? ആ ക്രിസ്തുവിൻ്റെ പിന്നാലെ യാത്ര തിരിക്കുവാൻ കഴിയുമോ? അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു പ്രതിഫലം കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ട്. നിരാശപ്പെടേണ്ട. നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും കണ്ടറിയുന്ന കർത്താവുണ്ട്. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കുക. നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു പ്രഭാതം കൂടെ ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം. ഒരുമിച്ച് അനുഗ്രഹിച്ചാട്ടെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു. ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ്റ്റർ ജോസ് സാമുവൽ.